നീറ്റ് യുജി ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് സുപ്രീം കോടതി. UPSCയിൽ നിന്നുൾപ്പെടെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് NTA പാഠങ്ങൾ ഉൾക്കൊള്ളണം. വർഷങ്ങളോളമുള്ള കഠിനാധ്വാനമാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, വിമർശന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ് കോടതി ഇന്ന് ഉന്നയിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി പറഞ്ഞു? ഒപ്പം കേന്ദ്രത്തിന്റെ മറുപടി. ഇന്ന് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വളരെ ഗൗരവ സ്വഭാവത്തിലാണ് സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചു വരുന്നത്. ഇന്നും NTAയോട് നിരവധി ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. എങ്ങനെയാണ് ഇത്തരമൊരു ചോർച്ച സംഭവിച്ചത്? ഈ മേൽനോട്ട സമിതി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വീഴ്ച സംഭവിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല, ഈ പരീക്ഷയെ സംബന്ധിച്ച വർഷങ്ങളോളം വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അത്തരമൊരു ആശങ്ക, വിദ്യാർത്ഥികളുടെ ആശങ്ക കൂടി സുപ്രീം കോടതി ഇന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തു വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം ഈ വിഷയത്തിൽ സമർപ്പിക്കാൻ. അതിനൊരു 6 ആഴ്ചത്തെ സാവകാശമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ജൂലൈ 2ാം വാരം ഈ വിഷയം വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉന്നതാധികാര സമിതിയുടെ ചെയർമാൻ K. രാധാകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞത് ഏതാണ്ട് 60 ശുപാർശകൾ ഇതിനോടകം തന്നെ ഹ്രസ്വകാലത്തേക്ക് NTAക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പലതും ഭൂരിഭാഗവും ശുപാർശകൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു K. രാധാകൃഷ്ണൻ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു ഉത്തരവിലേക്ക് കോടതി കടന്നിട്ടില്ല. മറിച്ച് കേന്ദ്രത്തിന്റെ ഒരു വിശദമായ മറുപടി കൂടി ഈ വിഷയത്തിൽ നേടിയിരിക്കുകയാണ്. ശരി അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.